Hello, Assalamu alaikum and welcome back to yet another brand new episode of Being You. So guys, നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ഡേറ്റ് ആയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് മേക്കപ്പ് ബ്രഷസ് ആൻഡ് ഇറ്റ്സ് യൂസസ്. അപ്പം കംപ്ലീറ്റ്ലി ഒരു ബിഗിനർ ഫ്രണ്ട്ലി വീഡിയോ ആയിരിക്കും, ബിക്കോസ് പ്രോ ആയിട്ടുള്ളവർക്ക് ഞാനിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പം ആദ്യമായിട്ട് ഇപ്പം മേക്കപ്പ് ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അട്ടർ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇതിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വാനിറ്റിയിൽ വേണ്ടിയിട്ടുള്ള ബ്രഷസിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആസ് എ ബിഗിനർ ഞാൻ തുടങ്ങിയ സമയത്ത് ഏതൊക്കെ അഫോർഡബിൾ സൈഡിലേക്കാണ് ഞാൻ പോയത്. കാരണം ബ്രഷസ് എന്നൊക്കെ നിങ്ങൾ പറയുമ്പം എല്ലാവരും വിചാരിക്കും ബ്രഷസ് ഒക്കെ ഇത്രമാത്രം പൈസയുള്ള സാധനങ്ങളാണോ? അവരോട് ഞാനൊരു കാര്യം പറയാം, ബ്രഷസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഓരോ ബ്രഷിനനുസരിച്ചിരിക്കും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ആ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് എന്ന് പറയുന്നത്. ആ ഒരു ബ്ലെൻഡിങ് നമുക്ക് അത്രയും നല്ല ബ്രഷ് യൂസ് ചെയ്താലേ കിട്ടുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് അത്ര തന്നെ എക്സ്പെൻസീവ് സൈഡിലോട്ട് പോകാൻ ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രഷസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. യെറ്റ് നല്ല ഫിനിഷും കിട്ടുന്ന രീതിയിലുള്ള ബ്രഷസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഞാൻ അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഞാനൊക്കെ ഒരുപാട് മാസ്റ്റർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, ഇവരൊക്കെ നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റുകളല്ലേ, അപ്പൊ അവരൊക്കെ നമുക്ക് പ്രോഡക്ട്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ അതിപ്പോൾ എക്സ്പെൻസീവ് സൈഡുള്ള പ്രോഡക്ട്സും പറഞ്ഞുതരും, അഫോർഡബിൾ സൈഡിലുള്ള പ്രോഡക്ട്സും പറഞ്ഞുതരും. അപ്പോൾ അഫ്കോഴ്സ് നമ്മളൊരു ബിഗിനർ ആവുന്ന സമയത്ത് ഒരിക്കലും എക്സ്പെൻസീവ് സൈഡിലോട്ടുള്ള പ്രോഡക്ട്സിലേക്ക് നോക്കില്ല. കാരണം അത് ഒന്നൊന്ന് ഫീൽഡിൽ നിന്ന് എക്സ്പീരിയൻസ് എടുത്തിട്ട് എന്തൊക്കെയാണ് നമ്മുടെ രീതിയിലുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പ്രോഡക്ട്സിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിലോട്ട് പോകുന്നത്. ഒരിക്കലും തുടങ്ങുന്ന ഒരാൾ ആ സൈഡിലേക്ക് നോക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് എന്താണ്? അഫോർഡബിൾ സൈഡാണ്. ഞാനൊക്കെ നോക്കിയതും അഫോർഡബിൾ സൈഡിൽ നമുക്ക് ഏറ്റവും ഫിനിഷിങ്ങിൽ കിട്ടാവുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ നോക്കിപ്പോയിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ കണ്ടുപിടിച്ച കുറച്ച് ബ്രാൻഡ്സ് ആണ് മാർസ്, അതുപോലെ തന്നെ PAC, അലൂറെ, മിലാഗ്രോ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്സ് എന്ന് പറയും. ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പറയാൻ പോകുന്ന അഫോർഡബിൾ പ്രൈസസ് ഒക്കെ വിചാരിക്കും ഇതിനേക്കാൾ കുറഞ്ഞിട്ട് മാർക്കറ്റിലും ആമസോണിലൊക്കെ കിട്ടാനുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഈ 500 രൂപയ്ക്ക് 6 സെറ്റ് ഓഫ് ബ്രഷ് അല്ലെങ്കിൽ 7 സെറ്റ് ഓഫ് ബ്രഷ് നിങ്ങൾക്ക് ആമസോണിൽ കിട്ടുന്ന സാധനങ്ങളൊന്നും നിങ്ങൾക്ക് ഒരിക്കലും പോയിട്ട് ബ്രൈഡൽ മേക്ക് ഓവറിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് ഒരിക്കലും ആ ബ്രഷസ് യൂസ് ചെയ്താൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന പ്രോഡക്ട്സ് ഒരുവിധം അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ബ്രാൻഡ്സ് ആൻഡ് ബ്രഷസ് ആണ്. കാരണം ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ആൾ എന്തായാലും കുറച്ചൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. സോ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഏറ്റവും നിങ്ങൾക്ക് പേഴ്സണൽ യൂസേഴ്സിനൊക്കെ നല്ല ബ്രഷസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ ഞാൻ ആദ്യം തന്നെ കൈവച്ചിട്ടുള്ള ബ്രാൻഡ് എന്ന് പറയുന്നത് മാർസിന്റെ ഈ ഒരു സെറ്റ് ഓഫ് 6 ബ്രഷസ് ആണ്. ഞാനിവിടെ പിക്ചർ കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒരു 6 എണ്ണം ആയിട്ടാണ് വരുന്നത്. ബേസിക്കലി നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു 6 ബ്രഷസ് തന്നെയാണ്. ലൈക്ക് എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഈ സെറ്റ് ഓഫ് ബ്രഷസ് ഉണ്ടെങ്കിൽ നടക്കും എന്നുള്ളതാണ്. 1259 രൂപയാണ് നമുക്ക് ഈ ഒരു 6 സെറ്റ് ഓഫ് ബ്രഷിന് വരുന്നത് കേട്ടോ. നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ ബ്രസൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സോഫ്റ്റ് ആണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത് കറക്റ്റ് മനസ്സിലാവും കേട്ടോ നമുക്ക്. അതുകൊണ്ട് തന്നെ മാർസ് ആണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ താത്തി കളയാൻ പറ്റില്ല. അവരുടെ ഈ ഒരു 6 സെറ്റ് ഓഫ് ബ്രഷസ് അടിപൊളിയാണ്. കാരണം ഇത് വാങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതന്നെ സെയിം ഒരു സെറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഇറ്റ് വർക്ക്സ് വെൽ. അപ്പം ഇത് ഓരോന്ന് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. സോ ഇതില് ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബ്രഷസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ 3 ബ്രഷസിൽ ഫസ്റ്റത്തെ ബ്രഷ് ഇസ് ഒരു ബിഗ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബ്രസൽസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്യാവശ്യം വലിപ്പമുള്ള ബ്രസൽസ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ബിഗ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് എന്നാണ് പറയുന്നത്. അതേസമയം അതിന്റെ ഒന്നും കൂടെ ചെറുതായിട്ട് ബ്രസൽസ് വരുന്ന ബ്രഷ് ആണ് ഇത്. ഓക്കെ, ഇതിന് സ്മോൾ ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് എന്ന് പറയും. നമ്മൾ ഇത് വെച്ചിട്ട് ഷാഡോ പാലറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ഐ ഷാഡോ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് അവിടെ വെച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ സാധനം ബ്ലെൻഡ് ചെയ്യുന്നത്.
ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബിഗ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് ആൻഡ് സ്മോൾ ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ്. അതാണ് ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഐ മേക്കപ്പിന് അവർ തന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലാറ്റ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് ആണ്. നമുക്ക് ഈ ഫ്ലാറ്റ് ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് നമ്മളിപ്പോ ഒരു സ്മോക്കി ഐ മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാജലൊക്കെ വരച്ചിട്ട് അത് സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ താഴെ ലൈൻ ചെയ്യുമ്പോൾ കാജൽ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷ് ഉള്ളത് വളരെ നല്ലതാണ്. സോ ഇത് 3 ആ ഒരു സെറ്റിൽ അവർ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു എന്താ പറയാ തിക്ക് ബ്രസൽസ് വരുന്ന 3 ബ്രഷസ് ആണ്. അതിൽ ഫസ്റ്റത്തത് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ടോപ്പിൽ വരുന്നത് ഫ്ലാറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് നമ്മുടെ മിക്സിംഗ് പാലറ്റിലോട്ട് ഫൗണ്ടേഷൻ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതിനാണ് ഈ ഒരു ഫ്ലാറ്റ് ടോപ്പ് ഫൗണ്ടേഷൻ ബ്രഷ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ അതെല്ലാ സ്ഥലത്തേക്കും ഈവൺ ആയിട്ട് വന്നോളും. ഐ മീൻ ആ ഒരു പ്രോഡക്റ്റ് ഈവൺ ആയിട്ട് എല്ലായിടത്തും എത്തിയിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ്, വിച്ച് ഇസ് കോൾഡ് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ്. അതേസമയം നിങ്ങൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് ഫ്ലാറ്റ് ആണ്, ഇത് കുറച്ചും കൂടെ പഫി ആയിട്ടുള്ള ഒരു ബ്രഷ് ആണ്, വിച്ച് ഇസ് യൂസ് ഫോർ ബ്ലഷ് ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ബ്ലഷ് ബ്രഷ് എന്നാണ് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബ്ലഷ് എടുക്കുക, എന്നിട്ട് this is how we use this blush brush. Okay, ലാസ്റ്റ്ലി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കോമ്പാക്റ്റും അതുപോലെ തന്നെ ലൂസ് പൗഡറും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് ആണ്. ഓക്കെ, ഇപ്പം അണ്ടർ ആർ ഐസ് അതുപോലെ തന്നെ ഈ അത്യാവശ്യം പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ പൗഡർ വെച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗഡർ ബ്രഷ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ 6 ബ്രഷസ് ആണ് മാർസിന്റെ ഈ ഒരു സെറ്റ് ഓഫ് 6 ബ്രഷസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഗൈസ്. ആൻഡ് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് സൂപ്പർ അഫോർഡബിൾ, ദെൻ ഗോ ഫോർ ദിസ് വൺ. ഓക്കെ, ഇനി മോയ്സ്ചറൈസറും പ്രൈമറും വരെ അപ്ലൈ ചെയ്യാൻ നമ്മൾ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബ്രൈഡൽ മേക്ക് ഓവർ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഹാൻഡ്സ് വെച്ചിട്ടൊന്നും ബ്രൈഡ്സിന്റെ ഫേസിൽ പെരുമാറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ബ്രഷസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഈ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബ്രഷിന്റെ പേരാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. PAC, യൂറോ, പാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. സോ ഇതാണ് സ്റ്റിപ്ലിംഗ് ബ്രഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രസൽസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബ്രസൽസ് ആണ് മറ്റേതൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, ഇതിന്റെ നമ്പർ എന്ന് പറയുന്നത് യൂറോ പാരീസ് 1091 ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസ്, അതായത് ഈ ഒരു ഒറ്റ ബ്രഷിന്റെ പ്രൈസ് വരുന്നത് 650 റുപ്പീസ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റ് ഓഫ് 6 ബ്രഷസ് ഫോർ 1259 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡീലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ബ്രഷ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്രഷസ് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് ഞാൻ പറഞ്ഞു തന്നു അല്ലെ, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് തന്നെ നമുക്ക് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷും വരുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബ്രസൽസ് കണ്ടോ? ഇറ്റ്സ് എ തിൻ ഫൗണ്ടേഷൻ ബ്രഷ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഓക്കെ, ഇത് രണ്ടും നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഈ ഒരു ബ്രഷിന്റെ ബ്രാൻഡ് വന്നിട്ട് അല്യൂറെ ആണ്. ആൻഡ് ഇതിന്റെ നമ്പർ വന്നിട്ട് 112. ഓക്കെ, 112 ആണ് ഇതിന്റെ നമ്പർ വന്നിട്ട്. ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് എന്നാണ് ഇതിന് പറയാ. സോ ദിസ് ഇസ് ഓൾസോ മാൻഡേറ്ററി ഇൻ യുവർ വാനിറ്റി. ഒന്നെങ്കിൽ ഇത് വേണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഫ്ലാറ്റ് ടോപ്പ് ഫൗണ്ടേഷൻ ബ്രഷ് എങ്കിലും വേണം. ഓൾസോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 349 റുപ്പീസ് ആണ്. ഞാൻ ഇതിന്റെ പ്രൈസ് പറയുന്നത് നിങ്ങളെ ഞെട്ടിക്കാനല്ല, കാരണം ഇതിനെപ്പറ്റി ഒട്ടും ഐഡിയ ഇല്ലാത്തവർക്ക് ഇതിൻ്റെയൊക്കെ എക്സ്പെൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനൊക്കെ എത്രത്തോളം പ്രൈസ് റേഞ്ച് വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രൈസ് എടുത്ത് പറയുന്നത് കേട്ടോ. സോ പ്ലീസ് നോട്ട്. ഇനി നമുക്ക് അടുത്തത് കോണ്ടൂർ ബ്രഷ് ഏതാന്ന് നോക്കാം. അപ്പൊ കോണ്ടൂർ ബ്രഷിൽ നിങ്ങൾ എപ്പോഴും ആംഗിൾഡ് കോണ്ടൂർ ബ്രഷ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ആൻഡ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് വന്നിട്ട്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ്, ഒരു ചെറിയ ചെരിവ് കാണുന്നുണ്ടോ? ബ്രസൽസിൽ നിങ്ങൾക്ക് ഒരു ചെരിവ് കാണാം, അതിനാണ് നമ്മൾ ആംഗിൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ നമ്പർ വന്നിട്ട് 127 ആണ്. ഇതിനും 349 റുപ്പീസ് ആണ്. അലൂരെ ആണ് ബ്രാൻഡ് വരുന്നത്.
സോ ദിസ് ഈസ് ഓൾസോ മാൻഡേറ്ററി ആണ്. ഇൻ കേസ് നിങ്ങളെ ബ്രൈഡ്സ് കുറച്ചും കൂടെ ചബി ചീക്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ആസ്ക് യു ടു എന്താ പറയുക, ഒന്നും കൂടെ ഒന്ന് ചീക്സ് ഒക്കെ ഒന്ന് തിന്നാക്കി തരാൻ പറയുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ്. പിന്നെ കോണ്ടൂറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മേലേക്കാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത്, താഴേക്ക് ബ്ലെൻഡ് ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ആംഗിൾഡ് ബ്രഷ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ബ്ലഷ് ഇട്ടു, നമ്മൾ കോണ്ടൂർ ചെയ്തു ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ അവർ അല്ലെങ്കിൽ ആ ഒരു സൺ കിസ്ഡ് ലുക്ക് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. അപ്പൊ ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 2 ബ്രഷസ് പരിചയപ്പെടുത്തി തരാം. അതിൽ ഫസ്റ്റത്തെ ബ്രഷ് വന്നിട്ട് കണ്ടോ, മറ്റേ ചൈനീസുകാരുടെ ഫാൻ പോലത്തെ ഒരു ബ്രഷാണ്, വിച്ച് ഈസ് അഗെയിൻ കോൾഡ് ഫാൻ ബ്രഷ് എന്നാണ് ഇതിന് പറയാ. ഇതിന്റെ ബ്രസൽസ് കണ്ടല്ലോ, നല്ല വിഷറി പോലെ ഇരിക്കുന്ന ബ്രസൽസ് ആണ്. ഇറ്റ്സ് ഓൾസോ വെരി സോഫ്റ്റ്. ആൻഡ് ഇത് വന്നിട്ട് PAC ബ്രാൻഡിന്റെ ആണ് കേട്ടോ. നമ്പർ ഇസ് 243. ഇത് ആക്ച്വലി നമ്മളില്ലേ ഒരു ഹൈലൈറ്റർ ബ്രഷ് എന്നുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് പറയാൻ ഇഷ്ടം ഒരു മൾട്ടി പർപ്പസ് ബ്രഷ് ആയിട്ടാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പം എന്തായാലും എക്സസ് ആയിട്ടുള്ള പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഫോൾ ഔട്ട് ആയിട്ട് വരും. അപ്പൊ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് വെരി യൂസ്ഫുൾ ആണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഓൾസോ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലുള്ള കോണ്ടൂർ ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യാം. ഒരു ഹൈലൈറ്റിംഗ് പോർഷൻ നിങ്ങൾക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യാം. സോ എല്ലാം കൊണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൾട്ടി പർപ്പസ് ബ്രഷ് ആണ്, സിൻസ് ഇതിന്റെ ബ്രസൽസ് കുറച്ചും കൂടെ തിക്കർ സൈഡ് ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് ഇതിന്റെ പ്രൈസ് വരുന്നത് 446 റുപ്പീസ് ആണ്. ആൻഡ് അതേസമയം നിങ്ങൾക്കിപ്പോൾ ഹൈലൈറ്റിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ബ്രഷാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫാൻ ബ്രഷ് ആയിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾ കണ്ടോ, 2 ഫാൻ ബ്രഷസിന്റെയും ബ്രസൽസിന്റെ വ്യത്യാസം കണ്ടോ? ഇതൊരു മൾട്ടി പർപ്പസ് കൈൻഡ് ഓഫ് ബ്രഷ് ആണ്. അതേസമയം നിങ്ങൾക്ക് ഹൈലൈറ്റിംഗ് മാത്രമാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോറെവർ 52 എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോമൺ ബ്രാൻഡ്. ഇതിന്റെ തന്നെ ഒരുപാട് ബ്രാൻഡ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇത് ആണ് എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിലുള്ള ബ്രഷസിൽ വെച്ചിട്ട് അണ്ടർ 200 റുപ്പീസിന് വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്രഷ് എന്ന് പറയുന്നത്. നമ്പർ വന്നിട്ട് NX023 ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഹൈലൈറ്റിംഗ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്, നമുക്ക് ലിപ്സ് ആണ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ലിപ്സ്റ്റിക് ഇടണം അല്ലെ, ഒരു മേക്കപ്പിന്റെ ഒരു പ്രധാന ഭാഗം ലിപ്സ്റ്റിക് ആണ്. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന 2 ബ്രഷസ് ആണ്. ഇത് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്, നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതല്ല, ഇതൊരു കോംബോ ആയിട്ടാണ് വരുന്നത്. അല്യൂറയാണ് ബ്രാൻഡ് വന്നിട്ട്. അല്യൂറയുടെ ലിപ് ലൈനർ ബ്രഷും അതുപോലെ തന്നെ ലിപ് ഫില്ലർ ബ്രഷും. ആദ്യം നമ്മൾ ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യണം എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത്. സോ കണ്ടോ, ലിപ് ലൈനറിന്റെ ഒരു തിക്നെസ് ഓഫ് ബ്രസൽസ് കണ്ടോ നിങ്ങൾ, വളരെ നാരോ ആയിട്ടാണ് അതിന്റെ ബ്രസൽസ് വന്നിട്ടുള്ളത്. കാരണം അത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതിന് പ്രത്യേകിച്ച് നമ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അലൂറയുടെ ലിപ് കോംബോ നിങ്ങൾ ലിപ് കോംബോ ബ്രഷ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 2 സാധനം നൈക്കിലൊക്കെ കിട്ടുന്നതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ, ഈ ഒരു ലിപ് ഫില്ലർ ബ്രഷ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്കിന്റെ വോണ്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ്ലി കൊണ്ടുപോയിട്ട് ലിപ്സിൽ ലിപ്സ്റ്റിക് ഇടരുത്. കാരണം നമ്മൾ പലവർക്കും യൂസ് ചെയ്യുന്നത് വേറൊരാൾക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിസീസ് സ്പ്രെഡ് ആവാൻ അതൊരു വെരി എളുപ്പ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാതെ എപ്പോഴും നമ്മൾ ആ വാണ്ടിലുള്ള ലിപ്സ്റ്റിക്ക് ഒരു മിക്സിംഗ് പാലറ്റിലോട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇത് വെച്ചിട്ട് വേണം ഡയറക്റ്റ്ലി നമ്മൾ ബ്രൈഡ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഓൾവേസ് റിമെമ്പർ ഓരോ വർക്ക് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ബ്രഷസ് ക്ലീൻ ചെയ്യുക. കാരണം ബ്രഷസിൽ എപ്പോഴും ജേംസ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ബ്രൈഡിന് യൂസ് ചെയ്തത് അടുത്ത ബ്രൈഡിന് സെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ കളർ മിക്സിങ്ങിലും ഡിഫറൻസ് വരും. അതുപോലെ തന്നെ ഡിസീസസും ജേംസും ഒക്കെ സ്പ്രെഡ് ചെയ്യാനും അതൊരു വെരി ഈസി വേ ആണ്. സോ അതെന്തായാലും ശ്രദ്ധിക്കുക കേട്ടോ. ബ്രഷസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ വാനിറ്റി. സോ ലിപ് കോംബോ, ലിപ് ലൈനർ ആൻഡ് ലിപ് ഫില്ലർ ബ്രഷസ് എന്തായാലും നിങ്ങളുടെ വാനിറ്റിയിൽ വേണം. ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഒരു ബ്രഷും കൂടിയാണ്. ഇതും ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒന്ന് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിയെടുത്തത്. അതായത് നമ്മുടെ സ്പൂളി ബ്രഷും അതിന്റെ അറ്റത്ത് തന്നെ ഒരു ആങ്കിൾ ലൈനർ ബ്രഷും വരുന്ന രീതിയിൽ ഞാൻ ഒറ്റ ബ്രഷിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ള പോലെ. കാരണം സ്പൂളി ആയിട്ട് വാങ്ങുകയാണെങ്കിൽ അതൊരു എക്സ്പെൻസ് ആവും, ഒരു ആങ്കിൾ ലൈനർ ബ്രഷ് വാങ്ങുകയാണെങ്കിൽ അതൊരു എക്സ്പെൻസ് ആവും. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചീപ്പർ റേറ്റിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ചോയ്സ് എടുത്തത്. ഇത് ആക്ച്വലി മിലാഗ്രോ ബ്യൂട്ടിയുടെ ആങ്കിൾ ലൈനർ ആൻഡ് സ്പൂളി ബ്രഷ് ആൻഡ് 63 ആണ് നമ്പർ വന്നിട്ട്. ആൻഡ് ഇതിങ്ങനെ കോംബോ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രൈസ് വന്നിട്ട് 530 റുപ്പീസ് ആണ്. സോ
ഇമാജിൻ, നിങ്ങൾക്ക് ഒരു ഐഡിയ, മേക്കപ്പിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ 530 റുപ്പീസിന് ഒരിക്കലും ഇത് പോയി വാങ്ങില്ലല്ലോ. സോ എന്തായാലും നമ്മൾ ഇപ്പം ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഫീൽഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ബ്രഷസിനൊക്കെ സ്പെൻഡ് ചെയ്യൽ വളരെ സ്വാഭാവികമാണ്. നമുക്ക് അത്രയും മേക്കപ്പ് ഫിനിഷിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്ര എക്സ്പെൻസ് ഇടുന്നത്. സോ ഇതാണ് അങ്ങനെ ഒരു ബ്രഷ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ റോസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയും ബ്രഷസ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് നിങ്ങളുടെ ഒരു മേക്കപ്പ് വാനിറ്റിയിൽ നിങ്ങൾ എപ്പോഴും കരുതേണ്ട കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബ്രഷസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും നടക്കും. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡൗട്ട്സ് ഇത് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക, എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊന്നും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് അറിയാം നമ്മുടെ വീഡിയോസ് ഒക്കെ കുറച്ച് ഡിലേ ആണ്, കാരണം അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ്. എന്തായാലും ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് എന്തായാലും ഇതുപോലെ വരുന്നതായിരിക്കും. Until then, stay tuned. I love you all. Thank you for watching. Lots of love.